തോന്നിയത്. ബാക്കി ഏകദേശം സെയിമൊക്കെ തന്നെയാണ്. ഇത് അത്യാവശ്യം നല്ല സൈസുള്ള ഒന്നാട്ടാ. ആ അല്ല, ഇവിടെ വെള്ളം കൂടിയിട്ട് കുറഞ്ഞാണ്. ഇതിൻ്റെ ഉള്ളിൽ മീൻ കിടക്കാനുണ്ടോ മീൻ? ഇതിപ്പോൾ നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന ടൈമിൽ ഇവിടുന്ന് ചാടിയതല്ലേ. ഏകദേശം ഇവിടൊക്കെ വെള്ളം കയറിയാട്ടാ. ഇന്നലത്തെ മഴയ്ക്ക് ഇവിടൊക്കെ വെള്ളം കയറിയിട്ട് ഇറങ്ങിയാണായിരുന്നു. അതിൻ്റെ ഇടയിൽ ഈ ഒരു ഭാഗത്ത് നിന്ന് കിട്ടിയ മീനാണിത്. രണ്ടാമത്തെ മച്ചാ വരെ നമ്മളെന്തേ ഫിഷിങ്ങിന് ഇറങ്ങിയതാണ്. പക്ഷേ ഫിഷിങ്ങിന് ഇറങ്ങിയപ്പോൾ ഈ കാണുന്ന ഇത് കണ്ട, ഇതിലൊരു 4 മീനുണ്ട്. ഇത് നമുക്കിന്ന് പണിയെടുക്കാതെ കിട്ടിയ മുതലാണ്. അതായത് ഞാനിപ്പോൾ ഇത് മീൻ കിട്ടിയതിന് ശേഷമുള്ള ഒരു ഇൻട്രൊഡക്ഷൻ ആട്ടോ. മീൻ കിട്ടിയിട്ട് ഞാൻ തിരിച്ചു പോകുന്ന സമയത്തുള്ള ഇൻട്രൊഡക്ഷനാണ്. അതായത് ഞാനിപ്പോൾ ഈ നടന്നു വരണ്ട, ഇതൊരു കായലിൻ്റെ സൈഡിലുള്ള പാടമാണ്. അപ്പോൾ ഈ പാടത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്നലെ ഇവിടെ നല്ല മഴ പെയ്തിരുന്നു. ഇന്നലെ നല്ല മഴ പെയ്തിട്ട് വെള്ളം പെട്ടെന്ന് ഇറങ്ങിയിട്ടുണ്ട്. വെള്ളം പെട്ടെന്ന് ഇറങ്ങിയതുകൊണ്ട് തന്നെ ഈ പാടത്തൊക്കെ ചെറിയ ചെറിയ കുഴികളുണ്ട്. ഈ കുഴികളിലൊക്കെ ഇന്നലെ രാത്രി വെള്ളം നിന്നിട്ട് ആ വെള്ളം പെട്ടെന്ന് ഇറങ്ങി പോവുകയാണ് ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചെറിയ കുഴികളിൽ മീനുകൾ പെട്ട് കിടക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളവിടെയുള്ള നാട്ടുകാരനായിട്ടുള്ളൊരു ഫ്രണ്ടും കൂടി ഉണ്ട്, വിഭീഷ് എന്ന് പറയും. ഞങ്ങൾ രണ്ടാളും കൂടെ ഇടുന്ന് ഓരോ കുഴികൾ ഇറങ്ങി നോക്കിയിട്ട് അതിൽ മീനുണ്ടോ നോക്കണത്. കുഴികൾ പറഞ്ഞാൽ അത്യാവശ്യം വലിയ കുഴികളല്ല, ചെറിയ ചെറിയ കുഴികളുണ്ടാവില്ലേ, അതിലൊക്കെ മീനുകൾ ഇങ്ങനെ പെട്ട് കിടക്കും. അപ്പോൾ മീനുകൾ ഈ പുല്ലിൻ്റെ അടിയിലൊക്കെ പോയി ഹൈഡ് ചെയ്തിട്ട് അങ്ങനെ നിൽക്കുക ചെയ്യാം. നമ്മൾ ഏകദേശം ചിലപ്പോൾ മീനുകൾ നമ്മളിങ്ങനെ അടുത്ത് ചെന്ന് നിൽക്കുമ്പോൾ തന്നെ ചിലപ്പോൾ മീനുകൾ പെട്ടെന്ന് പിടയ്ക്കും, അല്ലാണെങ്കിൽ കുഴികളിൽ ഇറങ്ങി തപ്പണം, അങ്ങനെയാണ്. പക്ഷേ ഇന്നെന്താ വെച്ചാൽ നമ്മൾ ഏകദേശം പോയ സമയത്ത് തന്നെ അവിടെ വെള്ളത്തിൽ നിന്നൊരു പിടപ്പുണ്ട്. അപ്പോൾ അവിടെ ഇറങ്ങിയപ്പോൾ അതിൽ നിന്ന് 4 മീനുകളെ കിട്ടി. ആ കാഴ്ചയാണ് ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത്. വിശ്വസിക്കില്ലെന്ന് അറിയില്ല, പക്ഷേ മീൻപിടുത്തം അറിയുന്ന ആൾക്കാർക്കൊക്കെ ഏകദേശം അറിയില്ല. അങ്ങനെ വെള്ളം പെട്ടെന്ന് ഇറങ്ങുന്ന സമയത്തൊക്കെ ഈ കുഴികളിലൊക്കെ മീൻ പെട്ട് കിടക്കും. ആ ഒരു കാഴ്ച ഉണ്ടല്ലോ. വെൽക്കം ടു കരകടമ്പ കഴിച്ച ഒരു അടിപൊളി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഹരി. വിഭീഷിൻ്റെ അടുത്താക്കി ആദ്യം നേരെ പോവാം. ഇത് ഞാൻ വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ആണ് കേട്ടോ. ഓക്കെ, വിഭീഷിനെ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടാ. ഒരു മീൻ ഒന്നല്ല, ഇവിടെ വെള്ളം കൂടിയിട്ട് കുറഞ്ഞാണ്. ഇതിൻ്റെ ഉള്ളിൽ മീൻ കിടക്കാനുണ്ടോ മീൻ? ഇതിപ്പോൾ നമ്മൾ അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന ടൈമിൽ ഇവിടുന്ന് ചാടിയതല്ലേ. ഏകദേശം ഇവിടൊക്കെ വെള്ളം കയറിയാട്ടാ. ഇന്നലത്തെ മഴയ്ക്ക് ഇവിടൊക്കെ വെള്ളം കയറിയിട്ട് ഇറങ്ങിയാണായിരുന്നു. അതിൻ്റെ ഇടയിൽ ഈ ഒരു ഭാഗത്ത് നിന്ന് കിട്ടിയ മീനാണിത്. രണ്ടാമത്തെ 2 മീനാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ഇതിലുണ്ടായിരുന്നത്. ഏകദേശം ഇനി ആ ഭാഗത്തൊക്കെ മീൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? ഏകദേശം ഇങ്ങനത്തെ ഇതിലൊക്കെ മീൻ കിടക്കണ്ടാവും ചിലപ്പോൾ. ചവിട്ടിയാൽ തന്നെ നമുക്ക് മീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അവിടെ തന്നെ ഇവിടെ മീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പോണേ. ഇത് വേറൊരു കളറാണല്ലോ മീൻ അല്ലേ? ഈ മീൻ വേറൊരു കളറ് ഉണ്ടോ? ഈ മീനോടും തമ്മിലുള്ള കളർ വ്യത്യാസം നോക്കി നോക്ക്. മഴ പെയ്തിട്ട് കയറിയോണ്ടുള്ള ഇതാവാനാണ് ചാൻസ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ മീൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ എവിടെ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല അല്ലേ. ഇവിടെയൊക്കെ ഏകദേശം ഉണങ്ങിയ സ്ഥലമാണിരുന്നു കേട്ടോ. പക്ഷെ ഇന്നലത്തെ മഴയ്ക്ക് വെള്ളം കയറിയിട്ട് പിന്നെ ഇറങ്ങാതിരുന്നാണ്. 3 ഇപ്പോൾ ഇതൊന്ന് കിട്ടിയിട്ടാ ഈ ഒരു ഗ്യാപ്പിൽ. ഞങ്ങളിങ്ങനെ അവിടുന്ന് നടന്നു വരുമ്പോൾ ഈ ഭാഗത്തു നിന്നായിട്ട് മീൻ പൊന്തുന്നുണ്ട്. അങ്ങനെ കിട്ടിയാണ്. 3 മീനാണ് കേട്ടോ ഇപ്പോൾ ഇതൊന്ന് കിട്ടിയത്. ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ? അവിടെ എവിടെയെങ്കിലും ഉണ്ടോ? ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ കാണൂലേ. ഇന്നത് കയറി കിടക്കുമോ?
ഇത് രണ്ടും വലിയ കളർ വ്യത്യാസമൊന്നും ഇല്ലല്ലേ? ആദ്യം കണ്ടപ്പോൾ ഉള്ള ഒരു കളർ വ്യത്യാസമാണ് തോന്നിയത്. ബാക്കി ഏകദേശം സെയിം ഒക്കെ തന്നെയാണ്. ഇത് അത്യാവശ്യം നല്ല സൈസുള്ള ഒന്നാട്ടാ. ആ ചിലപ്പോൾ ഇങ്ങനെ ഉണ്ടെങ്കിലോ. എവിടെ? ഓ അത് ഇതേ ഫസ്റ്റ് ആ ചേറിൽ കിടന്നിട്ട് നമ്മളെ കണ്ടിട്ട് പൊന്തിയില്ല. ആ ചവിട്ട് 2-3 ചവിട്ട് കിട്ടിയിട്ടും കൂടെ പൊന്തിയില്ലട്ടാ. എന്നിട്ടിപ്പോൾ ലാസ്റ്റ് പൊന്തിയണ്ട. അത്യാവശ്യം സൈസുള്ള 4 മീനാണ് കേട്ടോ. ഞങ്ങൾ രണ്ടാളും കൂടെ ഇങ്ങനെ ഈ കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇപ്പോൾ ഇത് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കായലാണ് കേട്ടോ. കായലിൻ്റെ സൈഡിലുള്ള പാടങ്ങളാണിത്. അപ്പോൾ ഈ പാടത്ത് എന്താ വെച്ചാൽ ഇന്നലെ പെയ്ത മഴയ്ക്ക് ഇവിടെ കുറച്ച് വെള്ളം ഈ പാടത്തേക്ക് കയറിയിട്ട് അവിടെ മോട്ടർ അടിക്കണതുകൊണ്ട് തന്നെ വെള്ളം പെട്ടെന്നായിട്ട് ഇറങ്ങിയ സമയത്ത് പറഞ്ഞാൽ ഇതേപോലെ ഇപ്പോൾ ഞങ്ങൾ ഈ നടക്കുന്ന സ്ഥലങ്ങൾ ഇതേപോലെയുള്ള ചെറിയ ചെറിയ ഭാഗങ്ങളുണ്ട്, വെള്ളം നിൽക്കുന്ന ചെറിയ ഭാഗങ്ങൾ. അതിൻ്റെ ഉള്ളിലൊക്കെ മീനുകളുണ്ട് കേട്ടോ. ഇപ്പോൾ ഞങ്ങളിവിടെ വന്നപ്പോൾ ഇവിടുന്ന് ഒരു 4 മീനെ കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് ഞങ്ങൾ ഒരു മീനിൻ്റെ ചാട്ടം കണ്ടിട്ട് വന്നതല്ലേ. ഇപ്പോൾ ഇവിടെ വന്നേക്ക് 4 മീനായിരുന്നു. ഇന്നലെ രാത്രി പെയ്ത മഴയ്ക്ക് മീൻ ഇങ്ങോട്ട് കയറും. മീൻ എന്തായാലും മഴ വീഴാണെന്നുണ്ടെങ്കിൽ ഈ ഓരുവെള്ളം ആണ്ടിറങ്ങുമ്പോൾ അതിനനുസരിച്ച് മീനുകൾ ഇങ്ങോട്ട് കയറും. പക്ഷേ ആ മീൻ പോവാട്ടാ. ഇവിടുന്ന് അങ്ങോട്ട് കണ്ടില്ലേ, ഇപ്പോൾ ഈ ചാലാണ്. ഈ ചാല് ഇതിങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ട്. ആ ചാലിൽ കൂടെയൊക്കെയാണ് മീനുകൾ ഇങ്ങോട്ട് കയറുക. പക്ഷെ കയറിയിട്ട് പിന്നെ അതേപോലെ തിരിച്ചിറങ്ങാൻ ചിലപ്പോൾ അവർക്ക് പറ്റില്ല. അവർ ചിലപ്പോൾ അവിടെ സ്റ്റക്ക് ആയിക്കും. പെട്ടെന്ന് വെള്ളം കുറയുമ്പോൾ. അതെ, ഈ നാട്ടുകാരനാണ് കേട്ടോ അല്ലേ. ഞാൻ ഇവിടെ അല്ല, പക്ഷെ നമ്മളെന്താ വെച്ചാൽ കാസ്റ്റ് ചെയ്യാൻ ഇങ്ങനെ പോകണ വഴിക്ക് മൂപ്പര് കാണിച്ചതാണ് ഇങ്ങനെയുള്ള ഒരു സ്ഥലങ്ങളുണ്ടാവും, ഇവിടെ മീനുകളുണ്ടാവാൻ സാധ്യതയുണ്ട് പറഞ്ഞാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ വന്ന് നോക്കിയാണ്. അപ്പോൾ വെച്ചാൽ മീനുകളെ ഞാൻ ശരിക്കും കാണിച്ചു തരട്ടാ. ഒരു 4 മീനാണ് ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു കുഴിയിൽ നിന്ന് കിട്ടിയത്. അപ്പോൾ ഇതാണ് കേട്ടോ മീനുകൾ. ഇതൊന്ന്, ഇത് രണ്ട് ഏകദേശം ഒരേ പോലത്തെ സാധനം അല്ലേ. ഇല്ല, വലിയ കളർ വ്യത്യാസമൊന്നുമില്ല. അത് നാടനാണ്. ഇതല്ല ഇതിൻ്റെ ഇതൊക്കെ നല്ല ആരോഗ്യമായിട്ടാ മീനൊക്കെ. കാരണം ഇവർ ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നേരമായിട്ടില്ല. ഒരുപാട് നേരമായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലാണ് മീനുകൾ ടയേർഡാവുക. ഇവിടെ വെള്ളം കുറയല്ലേ. ഇനിയിപ്പോൾ ഏകദേശം ഒന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും അത്യാവശ്യം നല്ല കുറയില്ലേ. വൈകുന്നേരം ആകുമ്പോഴേക്കൊക്കെ ഏകദേശം നല്ലോണം കുറയും. ഇപ്പോൾ ഇന്നലെ രാത്രി വെള്ളം ഇറങ്ങിയാണ് ഇവിടെയൊക്കെ. പിന്നെ കിടക്കണ പറഞ്ഞാൽ ഇങ്ങനത്തെ ഈ ചണ്ടിര ഇടയിലുമാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ. അപ്പോൾ നമുക്ക് കഷ്ടപ്പെടാതെ കിട്ടിയ മീനുകളെ നേരെ ലേക്കാക്കാം. മീൻ പോകണണ്ട, ടയേർഡാവാത്തതുകൊണ്ടാണ് മീൻ ടയേർഡായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനൊന്നും പോവില്ല. നാല് മീനപ്പോൾ നമുക്ക് ഈ ഒരു കുഴിയിൽ നിന്ന് കിട്ടി. ഇനി നേരെ അപ്പുറത്ത് പോയേക്കാം. അപ്പുറത്ത് ഇതേപോലെ കുറേ കുഴികളുണ്ട് കേട്ടോ. അവിടെ അങ്ങനെ പോയേക്കാം. ചിലപ്പോൾ ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും, ഉറപ്പൊന്നും പറയാൻ പറ്റില്ല അല്ലേ. ഒന്നും പറയാൻ പറ്റില്ല. നമുക്ക് അങ്ങനെ പോയേക്കാം. ആദ്യം നമ്മൾ ഫസ്റ്റ് കണ്ടപ്പോൾ ഒരു മീനെ കണ്ടിട്ട് വന്നതാണ്. 4 ഉണ്ടാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷേ അതൊന്ന് 4 കിട്ടി. എന്തായാലും നിങ്ങൾ ചിലപ്പോൾ വിചാരിക്കേണ്ടാവും നമ്മളിത് കൊണ്ടുപോയിട്ടിരുന്നാണെന്നൊക്കെ കേട്ടോ. പക്ഷേ മീൻപിടുത്തം അറിയുന്ന ആൾക്കാർക്ക് അറിയാം, ഈ വെള്ളം കയറിയിട്ട് പിന്നെ ഇറങ്ങണ സമയത്ത് ഇതേപോലുള്ള കായലുകളിൽ നിന്നൊക്കെ മീനുകളവിടെ പെട്ടുപോകും. അങ്ങനത്തെ ചെറിയ ചെറിയ കുഴികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മീനുകളൊന്നും അങ്ങനെ ഇറങ്ങി പോകുന്നില്ല. പിന്നെ വെള്ളം സാവധാനം ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഈ കുറച്ച് താഴ്ചയുള്ള കുളങ്ങളിലും അതിലെന്തിലൊക്കെയാണ് മീൻ പെട്ട് കിടക്കുക. ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ചില സമയങ്ങളിൽ പെട്ടെന്ന് വെള്ളം ഇറങ്ങുമ്പോൾ മീനുകൾ ഇങ്ങനെ പെട്ടിറക്കാറുണ്ട്. അങ്ങനെയുള്ളൊരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. നമ്മളെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണൊക്കെ എനേബിൾ ചെയ്യുക. വീണ്ടും നമ്മൾ തിരിച്ചു വരും. അതുവരേക്കും ബൈ ഫ്രം കരേക്കാട് വ്ളോഗേഴ്സ്.